അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇജാറത്തിൻ്റെ പാഠം. വാടകയ്ക്ക് നൽകപ്പെടുമ്പോൾ അത് മഅലൂമത്തായിരിക്കണം. എത്രയാണ്, എന്താണ്, ഏത് വിധത്തിലുള്ള ഉപകാരമാണ് എന്നറിയണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മജ്ഹൂല്, അറിയാത്ത നിർണയിക്കപ്പെടാത്ത സാധനത്തിന് വാടകയ്ക്കെടുക്കൽ സ്വഹിയല്ല. അബി മഅലൂമത്തിൻ, മഅലൂമത്ത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇജാറത്ത് ശരിയല്ലെന്ന് മനസ്സിലായി. ഇസ്തിജാറുൽ മജ്ഹൂലി, മജ്ഹൂല് അറിയാത്ത സാധനത്തിന് വാടകയ്ക്കെടുക്കൽ. ഉദാഹരണം, ആജറുത്തുക്ക യഹദദ്ദാറൈനി ബാത്തിന്, എൻ്റെ രണ്ട് വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ നിനക്ക് വാടകയ്ക്ക് തന്നു എന്ന് പറയുന്നത് ബാത്തിലായ പ്രയോഗമാണ്. പിന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ നിന്ന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് മുസ്തഇജിർ എന്നോ മുക്തരി എന്നൊക്കെയാണല്ലോ അല്ലേ? മുക്തരി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്നിൽ നിന്ന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉപകാരം എനിക്കല്ല കിട്ടേണ്ടത്, നിങ്ങൾക്കായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബാക്കിയാത്തിൽ മുക്തരി, ഉപകാരം വാടകയ്ക്ക് എടുത്തവന് ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി മാ യഖാഉ നഫ്ഹാരിൽ അജീരി, അതിൻ്റെ ഉപകാരം കൂലിക്കാരന് സംഭവിക്കുന്നത്. മുക്തരിക്കായിരിക്കണം അതിൻ്റെ ഉപകാരം എന്ന് ലഭിക്കുമ്പോൾ, വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടകയ്ക്ക് എടുത്തവനായിരിക്കണം അതിൻ്റെ ഉപകാരം കിട്ടുക എന്ന് പറയുമ്പോൾ, കൂലിപ്പണിക്കാരനാണ് അതിൻ്റെ ഉപകാരം കിട്ടുന്നത് എങ്കിൽ അത് സഹിയാവില്ല. ഉദാഹരണം, ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിക്കുമ്പോൾ എനിക്കാണതിന് ഉപകാരം കിട്ടേണ്ടത്, മുക്തരിയാകുന്ന എനിക്കാണ് ഉപകാരം കിട്ടേണ്ടത്. അപ്പം നിങ്ങൾ കൂലി പണിക്കാരനായിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ ഉപകാരം നിങ്ങൾക്കാണ് കിട്ടുന്നത് എങ്കിൽ ശരിയാവില്ല. അപ്പം നിയ്യത്ത് നിർബന്ധമുള്ള ഒരു നിസ്കാരം പോലെയുള്ള ഇബാദത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിച്ചാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി ആർക്കാ കിട്ടുക? എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ കിട്ടുക. നിങ്ങളെ പേര് അജീർ എന്നാണ്. ഞാൻ നിങ്ങളെ ഒരു പണിക്ക് വേണ്ടി കൂലിക്ക് വിളിച്ചാൽ നിങ്ങളെ പേര് അജീർ എന്നാണ്. ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഉപകാരം എനിക്ക് കിട്ടണം. എൻ്റെ പറമ്പിൽ മാന്തിട്ടും കളച്ചിട്ടും ഒക്കെ ഉപകാരം എനിക്കാണല്ലോ കിട്ടുക. നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചാലോ, നിങ്ങൾ നിസ്കരിച്ചാൽ ആർക്കാ കൂലിട്ടുക? മുസ്തഇജിർ അല്ലെങ്കിൽ മുക്തരിയാകുന്ന എനിക്കല്ല കിട്ടുക, അജീറാകുന്ന നിങ്ങൾക്കാണ്. അത് പറ്റില്ല. ഫലാ യസിഹുൽ ഇസ്തിജാറു, അപ്പോൾ കൂലിക്ക് വിളിക്കൽ സ്വഹീഹല്ല. ഇബാദത്തിൻ തജിബു ഫീഹാ നിയ്യ, നിയ്യത്ത് നിർബന്ധമുള്ള ഒരു ഇബാദത്തിന് വേണ്ടിയും അത് നിയ്യത്ത് ഇതാക്കുക കൂലിട്ടുക. ഷെയ്ഖ് നുസുക്കിൻ, ഹജ്ജ് ഉംറ ഒഴികെ. അതിനുദാഹരണം നിസ്കാരം പോലെ. ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ കൂലിക്ക് വിളിക്കാലോ, മയ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നേരിട്ട് പോയി ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂലിക്ക് വിളിക്കാൻ പറ്റും. അതിൻ്റെ കൂടെയുള്ള 2 റക്അത്ത് തവാഫിൻ്റെ നിസ്കാരമൊക്കെ അതിൽ പെട്ടും. അവിടെ കൂലി എനിക്കാണ് കിട്ടുക. ഞാൻ എനിക്ക് വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൂലിക്ക് വിളിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി അജീറാവുന്ന നിങ്ങൾക്കല്ല, മുസ്തഇജിറാവുന്ന എനിക്കാണ്, മുക്തരിയാവുന്ന എനിക്കാണ്. കാരണം ലിയന്നൽ മൻഫഅത ബിദാലിക, കാരണം ഇതിലുള്ള ഉപകാരം, നിസ്കാരം പോലെയുള്ള നിയ്യത്ത് നിർബന്ധമുള്ള ഇബാദത്തിൽ കിട്ടുന്ന ഉപകാരം ലിൽ അജീരി, കൂലിക്കാരനാണ്. ലിൽ മുസ്തഇജിരി, കൂലിക്ക് വിളിച്ചവന് അല്ല. അതുപോലെ വലിയ ഇമാമത്തിന് വേണ്ടിയും ഒരാളെ കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഇമാമത്തിന് വേണ്ടി ആൾക്കാർക്ക് ശമ്പളത്തിന് നിർത്താറില്ലേ പള്ളിയിലൊക്കെ? തറാവീഹ് പോലെയുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും വലൂഫി നഫ്ലിൻ കത്തറാവീഹ്. എന്താ പറ്റാത്തത്? കാരണം ഞാൻ നിങ്ങളെ തറാവീഹിന് ഇമാം വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കും, അതിൻ്റെ കൂലി ആർക്കാ കിട്ടുക? നിങ്ങൾക്കാണ്. എന്നൽ ഇമാമ മുസല്ലി നഫ്സിഹി, കാരണം ഇമാമ് സ്വന്തത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, എനിക്കും വേണ്ടിയല്ല നിസ്കരിക്കുന്നത്. ഫമൻ അറാദ ഇഖ്തദാബിഹി, വേണ്ടവർക്ക് അദ്ദേഹത്തോട് തുടരാം. ആയതിനാൽ ഫമൻ അറാദ, ഉദ്ദേശിക്കുന്നവർ ഇഖ്തദാബിഹി, എന്നോട് തുടരുന്നു എന്ന് മാത്രം.
വൈലം എനിബിൽ ഇമാമത്ത് എന്ന നിയ്യത്ത് പോലും ഞാൻ കരുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നോട് തുടരാം. ഞാൻ നിസ്കരിച്ച കൂലി എനിക്ക് കിട്ടും, നിങ്ങൾ നിസ്കരിച്ച കൂലി നിങ്ങൾക്കും കിട്ടും. അത്രയേ ഉള്ളൂ. ലിയന്നൽ ഇമാമു മുസല്ലി നഫ്സി, ഇമാമ് അവൻ സ്വന്തത്തിന് വേണ്ടി നിസ്കരിക്കുന്നവനാണ്. ഫമൻ അറാദ ഇഖ്തദാബി, അപ്പം ഉദ്ദേശിക്കുന്നവർ അവനോട് തുടരും. വൈലം എനിബിൽ ഇമാമത്തിനെ കരുതിയിട്ടില്ലെങ്കിൽ പോലും, ഞാൻ നിസ്കരിക്കുമ്പോൾ ഇമാമത്തിനെ കരുതിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുടരാലോ. നിങ്ങൾക്ക് ജമാഅത്ത് കൂലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമാമിനോടുകൂടി നിസ്കരിക്കണം എന്ന് മാത്രം, എന്ന് കരുതണം എന്ന് മാത്രം. അപ്പം നീയത്ത് ആവശ്യമില്ലാത്ത ഇബാദത്തുകൾ രണ്ടെണ്ണം ഉണ്ട്. നീയത്ത് നിർബന്ധമായതും നീയത്ത് നിർബന്ധമല്ലാത്തതും. ഇപ്പോൾ ബാങ്കിന് നീയത്ത് നിർബന്ധമില്ലല്ലോ, അതിനു വേണ്ടി കൂലിക്ക് വിളിക്കാം. അമ്മാമാല യഹ്താജു ഇല, നീയത്ത് ആവശ്യമില്ലാത്ത ഇബാദത്ത്, അദാന് പോലെ ഇഖാമത്ത് വസ്തിഹിൽ ഇസ്താജാറു അലൈഹി, അതിനു വേണ്ടി ആളുകളെ കൂലിക്ക് വിളിക്കാവുന്നതാണ്, സ്വഹിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കൂലി? അതൊരുപാട് കാര്യമുണ്ട്. അയാൾ ബാങ്ക് ഇഖാമത്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമല്ല എടുക്കുന്നത്, സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനെ പരിഗണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പണിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അതിനെല്ലാം കൂടിയാണ് കൂലി കൊടുക്കുന്നത്. വൽ ഉജ്റത്തും, അതിന് കിട്ടുന്ന കൂലി മുഖാബിലത്തുല്ലി ജമീഇഹി, ആ ബാങ്കിന് എല്ലാം കൂടിയാണ്. മാരി നഹവി റിയായത്തിൽ വക്തി, സമയം പരിഗണിക്കുക പോലെയുള്ള കാര്യത്തിൻ്റെ കൂടെ. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ ബാങ്കിൻ്റെ കൂലി എന്ന് പറയുന്നത് ബാങ്കിനിക്കുള്ള പ്രതിഫലമാണ്. ഉജ്റത്ത് കൂലി മുഖാബിലത്തുല്ലി ജമീഇഹി, ബാങ്കിനുള്ള പ്രതിഫലമാണ്. ഏതോടുകൂടെ മാനാഹി റിയായത്തിൽ വക്തി, സമയം പരിഗണിക്കുക പോലെയുള്ള കാര്യങ്ങളോടുകൂടെ. സമയം തെറ്റിച്ച് കൊടുത്താലൊന്നും അതിന് കൂലി കിട്ടില്ലല്ലോ, സമയത്തിന് കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തജ്ഹീസിൽ മയ്യിത്ത് പരിപാലനത്തിന് വേണ്ടി കൂലിക്ക് വിളിക്കാം. കാരണം അതിന് നിയ്യത്ത് നിർബന്ധമല്ല. മയ്യിത്ത് കുളിപ്പിക്കാൻ നിയ്യത്ത് നിർബന്ധമുണ്ടാ? ഇല്ല. അപ്പോൾ താലീമിൽ ഖുർആനി കുല്ലിഹി ഔ ബാലിഹി, ഖുർആൻ പഠിപ്പിക്കാൻ, അത് മുഴുവനോ കുറച്ചോ, അതിന് കൂലിക്ക് വിളിക്കാം. അവിടെ നിയ്യത്ത് വേണമെന്നൊന്നുമില്ലല്ലോ. ചിലപ്പം വൈൻ തായ്യൻ അനിൽ മുഅല്ലിമി, പഠിപ്പിക്കൽ നിർബന്ധമായിരിക്കാം. എന്നാൽ പോലും പഠിപ്പിക്കൽ നിർബന്ധമായ അവസ്ഥയിലാണെങ്കിൽ പോലും അതിനു വേണ്ടി കൂലി വാങ്ങാം. കാരണം ലിൽ ഖബരി സ്വഹീഹ് ഹദീസ് ഉണ്ട്, ഇന്ന അഹഖമാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾ വാങ്ങുന്ന ഏറ്റവും അർഹതപ്പെട്ട പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹു തആലാന്റെ കിതാബിൻ്റെ പേരിൽ വാങ്ങുന്ന പ്രതിഫലമാണ്. ഇന്ന അഹഖമാ അഖൽതും അലൈഹി അജ്റൻ, നിങ്ങൾ വാങ്ങുന്ന പ്രതിഫലങ്ങളിൽ നിന്ന് ഏറ്റവും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ പേരിൽ വാങ്ങുന്ന പ്രതിഫലമാണ്. ഖുർആനും ഹദീസും ശറഈയ ഇൽമിനൊന്നും പ്രതിഫലം എത്ര കൊടുത്താലും എവിടെ എത്തൂല. അധികമായി എന്ന് തോന്നും വേണ്ട. ഇപ്പോൾ മദ്രസയിലൊക്കെ പണ്ടല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക് മാസത്തിൽ ഒരു 200 റുപ്യൊക്കെ വരിസംഖ്യ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി ഇതന്നെ വളരെ കൂടുതലാണ്. സ്കൂൾക്കും നഴ്സറിക്കും ഒക്കെ 1500-2000 കൊടുക്കുകയും ചെയ്യും. അത് അധികമല്ലാണ്, അത് വിവരത്തിൻ്റെ കുറവാണ്. സാധനത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഇന്ന ഹക്കമാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, അപ്പോൾ നമുക്ക് വാങ്ങാം. സന്തോഷത്തോടു കൂടി ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള പ്രതിഫലം വാങ്ങാം. അതിൽ യാതൊരു കുറവുമില്ല. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാലും കൂലി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിലും കൂലി വാങ്ങാമല്ലോ. ഇപ്പോൾ ഞങ്ങൾ പണിക്ക് പോകണില്ലേ, വീട്ടിൽ നിന്ന് പണിക്ക് പോകുന്നുണ്ട് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി. അത് അള്ളാഹു തആലാക്ക് വഴിപ്പെട്ടുകൊണ്ട് തന്നെ പോകണത്, അതിന് കൂലിയും വാങ്ങുന്നില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് വജ്ഹ് ഉദ്ദേശിക്കുന്നതിന് കുഴപ്പമൊന്നുമല്ലത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവിടെ ഇമാമത്തിന് ഇപ്പോൾ ആൾക്കാർ ശമ്പളം പറയുന്നുണ്ടല്ലോ. അത് ശരിയാണ്, ഇമാമത്ത് എന്ന രീതിയിൽ ശമ്പളമല്ല. അയാൾ ഏതായാലും നിസ്കരിക്കണം, നാട്ടുകാർ നിസ്കരിക്കണം. പിന്നെ അയാൾ ഈ നാട്ടുകാർക്കും വേണ്ടി ചെയ്യുന്ന വേറെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അയാൾക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ വേണം എന്നുള്ള ആ ഒരു തടഞ്ഞിടലുണ്ടല്ലോ, അതിനാണ് യഥാർത്ഥത്തിൽ ഈ ശമ്പളം കൊടുക്കുന്നത് എന്നാണ്. അല്ലാതെ ഫത്വയിൽ പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾക്ക് ശമ്പളമല്ല അറിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിൽ ഉസ്താദെ ശമ്പളമല്ല ഇമാമത്തല്ലേ എന്ന് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ഇനി അടുത്തത് ഷറഉൽ മിൻഹാജിൽ ഷെയ്ഖുന പറഞ്ഞൊരു മസല, ഖബറിൻ്റെ അടുക്കൽ ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കാൻ പറ്റുമോ എന്ന്. ഖബറങ്കലോത്ത് കേട്ടില്ലേ, ഖുർആനോത്തും ഉണ്ടാവും ദുആവും ഉണ്ടാവും. ഏത് ദുആ? ഈ ഓതിയതിൻ്റെ മിസ്ലു സവാബില്ലേ, ഓതിയൻ്റെ കൂലി ഓതിയോനാണ്. നിങ്ങളിപ്പം ഖബറുങ്ങളിൽ ഖത്ത് ഓതി അതിൻ്റെ കൂലി ഓതിയാക്കാണ്. പക്ഷെ അതിനോട് തുല്യമായ ഒരു കൂലി ഖബറാളിക്കോ മറ്റോ ഒക്കെ ദുആർക്കും ചെയ്യാം, പ്രത്യേക സമയമോ സ്ഥലമൊക്കെ നിശ്ചയിച്ചിട്ട്. അത് പറ്റുമെന്നാ? പറ്റും. ഷെയ്ഖുന ഷറഉൽ മിൻഹാജിൽ പറഞ്ഞു, അത് തുഹ്ഫ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു,
യസ്തിഹുൽ ഇസ്തിജാറു ലിഖിറാഅത്തിൽ ഖുർആനി. ഷറഹുൽ മിൻഹാജ് എന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ തുഹഫയാണ്. ഷെയ്ഖുന ഷറഹുൽ മിൻഹാജിൽ പറഞ്ഞു പറഞ്ഞാൽ നവവി ഇമാമിൻ്റെ മിൻഹാജ് എന്ന കിതാബിൻ്റെ ഷറഹിൽ തുഹഫയിൽ പറഞ്ഞു യസ്തിഹുൽ ഇസ്തിജാറു ലിഖിറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കൽ സ്വഹിയാണ്. ഇൻദൽ ഖബരി, എവിടെ? ഖബറിൻ്റെ അടുക്കൽ. അല്ലെങ്കിൽ ഔ മഅ ദുആഇ, അല്ലെങ്കിൽ ദുആ സഹിതം. ഖബറിൻ്റെ അടുക്കൽ ഖുർആൻ ഓതാണ്ടി മാത്രം, അല്ലെങ്കിൽ ദ്വാരക്കാനും. ഔ മഅ ദുആഇ, അല്ലെങ്കിൽ ദുആ ചെയ്യാനും. എന്താ ദ്വാരക്കണത്? ബി മിസ്ലി മാ ഹസല ലഹു മിനൽ അജ്രി, അവന് ലഭിച്ച കൂലിക്ക് തുല്യമായത് കിട്ടണമെന്ന് ദ്വാരിക്കുക. അവന് ലഭിച്ച, ആർക്ക്? ലഹു പറഞ്ഞാൽ ഖാരിന്, പാരായണം ചെയ്തവന് ലഭിച്ച കൂലിക്ക് തുല്യമായ കൂലി ലഭിക്കണമെന്ന് ദ്വാരിക്കുക. ആർക്ക് ദ്വാരിക്കുക? ലഹു ഒന്നിരിക്കൽ ആർക്ക് കിട്ടണം? കൂലിക്ക് വിളിച്ചാക്ക്. ഔലി ഖൈരിഹി, അല്ലെങ്കിൽ വേറെ ആക്കുക, അഥവാ ഖബറാളിക്കൊക്കെ ആവാം. എപ്പോഴാണ് ദ്വാരക്കേണ്ടത്? അഖിബഹ, ഖുർആൻ ഓതി കഴിഞ്ഞ ഉടനെ. ഖുർആൻ കഴിഞ്ഞ ഉടനെയുള്ള ദ്വാര ഉത്തരം കിട്ടുമല്ലോ. അപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ദ്വാരിക്കുക, കൂലിക്ക് വിളിക്കുക. പിന്നെ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് ദ്വാരക്കാനും. ആർക്ക് ദ്വാരക്കുക? കൂലിക്ക് വിളിച്ചാക്കോ അല്ലെങ്കിൽ വേറെ ഖബറാളിക്കോ ഒക്കെ. എന്താ ദ്വാരക്കണത്? ഇവന് കിട്ടിയ കൂലിക്ക് സവാബ്, തുല്യമായ കൂലി കിട്ടാൻ നമ്മൾ ദ്വാരക്കയിലെ മക്കളെ. അല്ലാഹുമ്മ ജഅൽ സവാബ മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അളീം, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആനിൻ്റെ മിസ്ല സവാബി എന്ന് പറയും ചില ആൾക്കാർ. ഖുർആനിനെ ഓതിയതിൻ്റെ തുല്യമായ കൂലി നീ കൊടുക്കണേ ഇലാ ഹദ്റത്ത് നബിയ്യിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഉൽ അംബിയാഇ വദാഇ സിദ്ദീഖീൻ സാലിഹീൻ എന്നൊക്കെ പറയില്ലേ. ചിലപ്പം അല്ലാഹുമ്മ ജഅൽ സവാബ മാ ഖറഅനാഹു എന്ന് പറയും, നമ്മൾ ഓതിയതിൻ്റെ കൂലി. ഒമാ സ്വല്ലൈനാഹു, സ്വലാത്തില്ലേതിൻ്റെയും. ഒമാ മദഹ്നാഹു, ഞങ്ങൾ മൗലൂദില്ലതിൻ്റെയൊക്കെ കൂലി എന്ന് പറയും. അവിടെ അതിൻ്റെ കൂലി ഏതായാലും കിട്ടൂല. അങ്ങനെ പറഞ്ഞാലും ഉദ്ദേശം ഏതാണ്? തുല്യമായ കൂലി ഞാൻ കിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ കൂലി എനിക്ക് തന്നെയല്ലേ, അതെങ്ങനെ വേറെ കൊടുക്കുക? അപ്പോൾ ഞാൻ അടുത്ത പണി വെറുതെ ആവൂലേ? അതാണ് മിസ്ൽ തന്നെയാണ്. എങ്ങനെയാലും ചിലവർ അല്ലാഹുമ്മ ജഅൽ സവാബ മാ ഖറഅനാഹു എന്ന് പറയും, ചിലർ അല്ലാഹുമ്മ ജഅൽ മിസ്ല സവാബി മാ ഖറഅനാഹു എന്ന് പറയും. രണ്ടും ശരിയാണ്. അപ്പോൾ ഓക്കെ, അയ്യന സമാനൻ, അങ്ങനെ കൂലിക്ക് വിളിക്കൽ സ്വഹിയാണ്. അയ്യന സമാനൻ ഔ മക്കാനൻ ഔല, സമയവും സ്ഥലവും നിർണയിച്ചാലും ഇല്ലെങ്കിലും ഔല, അല്ലെങ്കിൽ ഇല്ലെങ്കിലും. അപ്പോൾ ഓതിന്ന് കരുതിയിട്ട് എന്താവൂല, ഞാൻ ഖബറിങ്ങൽ ഓതിന്ന് കരുതിയിട്ട് ഖബറാളിക്ക് മടി കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ കൂലി അയാൾക്ക് കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്യണം. അത് നിർബന്ധമാണ്. ഓ നിയ്യത്തു സവാബി ലഹു, ഈ കൂലിക്ക് വിളിച്ചാക്ക് കൂലിയെ കരുതൽ, കിട്ടണമെന്ന് കരുതൽ. മിൻ ഗൈരി ദുആ, ദ്വാരക്കാതെ കൂലിക്ക് വിളിച്ചാക്ക് കൂലി കിട്ടണമെന്ന് കരുതൽ ലഹവുൻ, അത് അനർത്ഥമായ കാര്യമാണ്. ദ്വാരക്കുമ്പോഴേ എന്താവുള്ളൂ? കിട്ടുള്ളൂ. ഖിലാഫുൽ ജമീൻ, ഒരു സംഘം പണ്ഡിതന്മാർ ഇതിനോട് യോജിച്ചിട്ടുണ്ട്. ദ്വാരന്നില്ലെങ്കിലും കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിച്ചേട്ടെ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതിയാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടണമെങ്കിൽ ദ്വാരക്കണം എന്നർത്ഥം. എനിക്ക് കൂലി ഇട്ടേ എന്ന് കരുതി ഓതിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഖബറും പുറത്ത് മറ്റൊക്കെ ഓതണം. അപ്പോൾ പിന്നെ ഖബറാളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമല്ലോ ഖബറും പുറത്ത് ഓതുമ്പോൾ. ഒനിയത്തു സവാബി ലഹു, കൂലിക്ക് വിളിച്ചാക്ക് കൂലി കിട്ടണമെന്ന് കരുതൽ. മിൻ ഗൈരി ദുആഇൻ, അയാൾക്ക് ഇത് കൊടുക്കണേ എന്ന ദുആ ഇല്ലാതെ കിട്ടണമെന്ന് കരുതൽ ലഹവുൻ, അത് നിഷ്ഫലമാണ്, ഫലമില്ലാത്ത പാരായണമാണ്. ഖിലാഫുൽ ജമീൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറയുന്നത് ദ്വാരന്നില്ലെങ്കിലും കിട്ടുന്നതാണ്. വൈനഖ്താറന്ന സുബുക്കിയുമാ ഖാലു, അവർ പറഞ്ഞ അഭിപ്രായത്തിൽ ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി ബി മിസ്ലിമാ ഹസല ലഹു മിനൽ അജ്രി, അവന് കിട്ടിയ കൂലിക്ക് തുല്യമായത് കൊടുക്കണേ എന്ന് ദ്വാരക്കണ മാതിരി തന്നെയാണ് ഇത്. ഒക്കെ അതുപോലെയാണ് അഹ്ദൈത്തു ഖിറാഅത്തി ഔ സവാബഹ ലഹു, എൻ്റെ ഓത്ത് ഞാൻ ഹദിയ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഖിറാഅത്തിൻ്റെ സവാബ് ഞാൻ ഹദിയ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഖിലാഫുൽ ജമീൻ, അവിടെയും ഒരു സംഘം പണ്ഡിതന്മാർ വിയോജിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ഇസ്തിജാർ സ്വഹിയാണ്. യസിഹുൽ ഇസ്തിജാർ ലി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കൽ സ്വഹിയാണ്. അതിൻ്റെ ബാക്കി എവിടെ ഖുർആൻ ഓതാൻ? ഇൻദൽ ഖബരി, ഖബറിൻ്റെ സമീപത്ത്. അടുത്തത് ഔ ബിഹാദറത്തിൽ മുസ്തഅജിരി, അല്ലെങ്കിൽ കൂലിക്ക് വിളിച്ചവൻ്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട്.
ഔ നഹ്വി വലദിഹി, അല്ലെങ്കിൽ അവൻ്റെ കുട്ടികളെ പോലെ. മുസ്തഅ്ജിറിൻ്റെ അന്തരത്തിലാകണമെന്നില്ല, അവൻ്റെ മക്കളെ പോലെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കുക, അത് പറ്റും. ഫീമാ യദ്ഹറു, ഫുഖഹാവിൻ്റെ കലാമിൽ നിന്ന് മനസ്സിലാകുന്ന പ്രകാരം. അപ്പം എന്ത് ചെയ്യണം? മാ ദിക്രിഹി ഫിൽ ഖൽബി ഹാലതഹ, ഓതുന്ന സമയത്ത് അവനെ ഹൃദയത്തിൽ ഓർക്കലോടുകൂടെ. അപ്പം ഞാൻ നിങ്ങളെ ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കുകയാണ്. എവിടെ? എൻ്റെ അടുത്ത് വെച്ചിട്ട് ഓതാൻ, എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഓതാൻ വേണ്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ എന്നെ ഓർക്കണം. അപ്പോൾ മാ ദിക്രിഹി, അവൻ ഓർക്കലോടുകൂടി ഹൃദയത്തിൽ ഹാലതഹ, ഓതുന്ന സമയത്ത്. കമാ ദക്കറഹു ബഅ്ദുഹും, അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാന്നിധ്യത്തിൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കാൻ പറ്റുമോ? ഖബറിൻ്റെ അടുക്കലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിൻ്റെ അടുക്കലൊക്കെ ഓതാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കൽ പറ്റുമോ? പറ്റും, അതിനുപകാരമുണ്ട്. ഉപകാരമുള്ളതിനാലും കൂലിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പറയുന്നത്. വദാലിക, അങ്ങനെ ഖബറും പുറത്തും മറ്റുമൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കൽ സ്വഹിയാണ് എന്ന് പറയാൻ കാരണം യന്നഹ മൗദിഉ ബറക്കത്തിൻ, കദർ ബറക്കത്തിൻ്റെ സ്ഥലമാണ്. ഖുർആൻ ഓതുന്ന സ്ഥലം ബറക്കത്തിൻ്റെ സ്ഥലം. വീട്ടിൽ നന്നായിട്ട് ഖുർആൻ ഓതിക്കോളി മക്കളെ. ഗൾഫിലൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂമിലൊക്കെ ഖുർആൻ ഓതണം, ബറക്കത്തുണ്ടാവും പൈസക്ക്. തനസ്സുലി റഹ്മത്തിൻ, റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലവുമാണ്. മൂന്നാമത്തെ ദുആ ബഅദഹാ, ഖുർആൻ ഓതിന് ശേഷമുള്ള ദുആ അഖ്റബു ഇജാബത്തിൻ, അത് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ്. അഖറബാണ്. ഇജാബത്ത് അബഅദല്ല, അഖറബാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളൊരാളെ സാന്നിധ്യത്തിൽ ഖുർആൻ ഓതുമ്പം അയാളെ ഹൃദയത്തിൽ ഓർക്കണമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടെന്ന കാര്യം വയഹ്ലാറൽ മുസ്തഅ്ജിരി ഫിൽ ഖൽബി, ഓതുമ്പോൾ കൂലിക്ക് വിളിച്ച ആളെ മനസ്സിൽ കൊണ്ടുവരൽ സബബുല്ലി ശുരുമൂലി റഹ്മത്തി ലഹു, അവനും കൂടെ റഹ്മത്ത് ലഭിക്കുന്നതിന് കാരണമാണ്. എപ്പോൾ? യാ തനസ്സല ഖൽബിൽ ഖാരി, ഖുർആൻ ഓതുന്നവൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ ഞാൻ ആരെ ഓർക്കുന്നു? കൂലിക്ക് വിളിച്ച ആളെ ഓർക്കുന്നു. അപ്പോൾ അയാൾക്കും അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു. വൈഹലാറൽ മുസ്തഇജിരി, മുസ്തഇജിറിനെ കൊണ്ടുവരൽ ഫിൽ ഖൽബി, ഹൃദയത്തിൽ കൊണ്ടുവരൽ. ആരെ ഹൃദയത്തിൽ? ഓതുന്നവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരൽ സബബുൻ, അത് കാരണമാണ്. ശുമൂലി റഹ്മത്ത് ലഹു, അവനും കൂടെ അള്ളാഹിൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുന്നതിന് കാരണമാണ്. എപ്പോഴാണ് റഹ്മത്തിൽ ഉൾപ്പെടുക? ഇദാ തനസ്സലത്, അത് ഇറങ്ങുമ്പോൾ അലാ ഖൽബിൽ ഖാരി, ഈ ഖുർആൻ ഓതുന്നവൻ്റെ ഹൃദയത്തിൽ. അപ്പം ഇനി ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കാൻ പറയുമ്പോൾ ദിക്ർ ദുആക്ക് വേണ്ടി പറ്റുമോ? തഹ്ലീലിന് വേണ്ടി പറ്റുമോ? മൗലൂദിന് വേണ്ടി പറ്റുമോ? അതിന് ശേഷം ദ്വാരക്കാൻ? അതെ. ഉൽഹിഖ ബിഹാ, ഖുർആൻ പാരായത്തിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അൽ ഇസ്തിജാറു ലിമഹ്ളി ദിക്രി വദ്ദുആഇ അഖിബഹു, കേവലം ദിക്റിന് വേണ്ടിയും അതിനുശേഷമുള്ള ദുആഇന് വേണ്ടിയും കൂലിക്ക് വിളിക്കലും സ്വഹിയാണ്. നമ്മൾ പള്ളിയിലെ മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ തഹ്ലീലെല്ലാം വേണ്ടി കൂലിക്ക് വിളിക്കൂലേ? 70,000 വട്ടമൊക്കെ. സ്വഹീഹ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അബിമാലൂമത്തിൻ, അറിയപ്പെട്ടതാകണം ഉപകാരമെന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി. ഇസ്തിജാറുൽ മജ്ഹൂലി, അറിയാത്ത സാധനത്തിന് വാടകയ്ക്ക് വിളിക്കൽ. ഫാജർതു കൈഹദദ്ദാറൈനി ബാത്തിലുൻ, രണ്ടാലൊരു വീട് ഞാൻ നിനക്ക് വാടകയ്ക്ക് എന്ന വാക്ക് ബാത്തിലാണ്. അഭിവാക്യാത്തിൽ മുഖ്തരി, ഉപകാരം വാടകയ്ക്ക് എടുത്തുന്നവനൊരു ഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി. മായക്കാവുന ഫുഹാലിൽ അജിരി, കൂലിക്ക് വിളിച്ചവന്, കൂലിപ്പണിക്കാരന് ഉപകാരം കിട്ടുന്ന പ്രവർത്തനം. ഫലായസ്യുൽ ഇസ്തിജാറുൽ ഇബാദത്തിൻ തജിബു ഫീഹാ നിയ്യ, നിയ്യത്ത് നിർബന്ധമുള്ള ഒരു ഇബാദത്തിന് വേണ്ടിയും ഒരാളെ കൂലിക്ക് വിളിക്കാൻ സ്വഹിയല്ല. ഹൈറ നുസുക്കിൻ, ഗൈരി നുസുക്കിൻ, ഹജ്ജ് ഉംറ അല്ലാത്ത നിസ്കാരം പോലെ. ലിഅന്നൽ മൻഫഅത ഫീ ദാലിക, കാരണം നിസ്കാരം പോലെയുള്ള ഇബാദത്തുകളിലുള്ള കൂലി ഉപകാരം ലിൽ അജീരി, കൂലിപ്പണിക്കാരനാണ്. ലൽ മുസ്തഅ്ജിരി, കൂലിക്ക് വിളിച്ചവനല്ല. അതുപോലെ തന്നെ വൽ ഇമാമത്തി കൊടുക്കാത്തഫ്, ലി ഇബാദത്തിൻ എന്ന് കൊടുക്കാത്തഫ്, ഇമാമത്തിന് വേണ്ടിയും കൂലിക്ക് വിളിക്കൽ സ്വഹിയല്ല. വലൂർ ഫീ നഫ്ലിൻ കത്തറാവീഹി, ലിഅന്നൽ ഇമാമ മുസല്ലി നഫ്സി, ഇമാമ സ്വന്തത്തിന് വേണ്ടി നിസ്കരിക്കുന്നവനാണ്. ഫമൻ അറാദ ഖതദാബിഹി, ഉദ്ദേശിക്കുന്നവർക്ക് അവനോട് തുടരാം. വൈലമൻ ബിൽ ഇമാമത്ത, ഇമാമത്ത് എന്ന് കരുതിയിട്ടില്ലെങ്കിൽ പോലും. അമ്മാമാലായ ഹത്താജുല നിയത്തിൻ കല്ലദാനി വലി ഖാമത്തി, നിയത്ത് ആവശ്യമില്ലാത്ത ബാങ്കി കാമത്ത് പോലെയുള്ള ഇബാദത്തുകൾ.
ഫയസ്തിഹുൽ ഇസ്തിജാറു അലൈഹി, അതിൻ്റെ മേൽ കൂലിക്ക് വിളിക്കാം. വലുജ്റത്ത് മുഖാബിലത്തിൽ ജമീഹി മാനാവി റിആയത്തിൽ വഖ്തി, അതിന് കിട്ടുന്ന പ്രതിഫലം എന്തിനുള്ളതാണ്? ബാങ്കും ഇഖാമത്തിനും സമയം പരിഗണിക്കുന്നതിനും കൂടിയൊക്കെ ഉള്ളതാണ്. ജഹീസിൽ മയ്യത്തി വ താലീമിൽ ഖുർആനി വ ബഅദിഹി, മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയും ഖുർആൻ പഠിപ്പിക്കാനും മുഴുവനോ കുറച്ചോ പഠിപ്പിക്കാനും കൂലിക്ക് വിളിക്കാം. വൈൻ തഅയ്യനാൽ മുഅല്ലിമി, അത് ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ പോലും ആ ഫർളായ ഖുർആൻ പഠിപ്പിക്കലിനും കൂലിക്ക് വാങ്ങാം. ലിൽ ഖബരി സ്വഹീഹി നഹഖ മാ അഖദ്തും അലൈഹി ഹജ്റൻ കിതാബുല്ലാഹ്. ഖാല ശൈഖുനാ ഫീ ശറഇൽ മിൻഹാജ് യസ്യുഹുൽ ഇസ്തിജാറു ലിഖറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ വേണ്ടി കൂലിക്ക് വിളിക്കാം. എവിടെ? ഖബറിൻ്റെ അടുക്കൽ. ഔ മഅ ദുആഇ ബിമിസ്ലി മാ ഹസ്സല ലഹു മിനൽ അജ്രി, ഓതുന്നവന് ലഭിച്ച കൂലിക്ക് തുല്യമായത് ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ. ആർക്ക്? ലഹു, ഖബറാളിക്കോ, കൂലിക്ക് വിളിച്ചവനോ, ഔ ലി ഗൈരിഹി, അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ, ഖബറാളിക്കൊക്കെ. അഖിബഹ, എപ്പോൾ ദ്വാരിക്കുക? ഓത്ത് കഴിഞ്ഞ ഉടനെ. അയ്യന സമാനനോ മക്കാനൗല, ഇത്തരം കൂലിക്ക് വിളിക്കൽ സമയം നിർണ്ണയിച്ചും അല്ലാതെയും പറ്റും. വനിയത്തു സവാബി ലഹു മിൻ ഗൈരി, ഏതായാലും ദ്വാരക്കണം. ദ്വാരക്കാതെ അവന് കൂലി കിട്ടണമെന്ന് കരുതുന്ന ലഹുൻ, അത് നിഷ്ഫലമാണ്. ഖിലാഫൽ ജമീഅ മൻ ഇഖ്താറ സുബ്ഖി മാ ഖാലൂഹു, സുബ്ഖിമാ പറഞ്ഞു ദ്വാരുന്നില്ലെങ്കിലും കൂലി കിട്ടണമെന്ന് കരുതിയാൽ കൂലിക്ക് വിളിച്ചാക്ക് കൂലി കിട്ടുന്ന ഒക്കെ അതുപോലെ തന്നെ മതിയാകും. അഹ്ദൈത്തു ഖിറാത്തിയോ സവാബഹാലുഹു എന്ന് ഖിലാഫൽ ജമീഅ. ഖബറിന് കൂലിക്ക് വിളിക്കാം. ഔ ബിഹദ്റത്തിൽ മുസ്തഅജിരി, അല്ലെങ്കിൽ മുസ്തഅജിറിൻ്റെ സാന്നിധ്യത്തിൽ. പഴയ കാലത്തൊക്കെ കാരണവന്മാർ തറവാട് വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വീട്ടിൽ വന്ന് ഖുർആൻ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും? കൂലിക്ക് വിളിക്കും. ഖബറിങ്കൽ മാത്രമല്ല, വീട്ടിൽ വന്നിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി മല്ലാക്കന്മാരെ മുക്രിമാരൊക്കെ കൂലിക്ക് വിളിക്കും. നിങ്ങൾക്കറിയാൻ മതിയൊക്കെ, പഴയ ആൾക്കാർക്കൊക്കെ. ഖുർആനൊക്കെ ഇപ്പോൾ എടുത്തുപോയി. ഇപ്പോൾ കേസറ്റും മൊബൈലും മാത്രമേ ഉള്ളൂ. ഖുർആൻ ഓതണം. ഒരു ജുസൊക്കെ ഖുർആൻ ഓതാൻ നമുക്ക് എല്ലാ ദിവസവും കഴിയണം, എന്ത് വില കൊടുത്തിട്ടും. ഒരു ജുസ് ഓതാൻ അരമണിക്കൂറാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അരമണിക്കൂറല്ല, നിങ്ങളുടെ ബാക്കിയുള്ള സമയത്തിൽ ബറക്കത്താ. ഫിമാദിക്രിഹി ഫിൽ ഖൽബി ഹാലത്തഹ, അങ്ങനെ ഓതുമ്പം അയാളെ ഹൃദയത്തിൽ ഓർക്കുകയും വേണം. എന്താണ് ഇതിനൊക്കെ പറ്റുന്നറിയാൻ കാരണം? എന്ന മൗദിയഹ, ഖുർആൻ ഓതുന്ന സ്ഥലം, മൗദിയ ബറക്കത്തിൻ വ തനസുൽ റഹ്മത്തിൻ, റഹ്മത്തിറങ്ങുന്ന ബർക്കത്തിൻ്റെ സ്ഥലമാണ്. അതിനുശേഷമുള്ള ദുആ അഖ്റബ് ഇജാബത്തിന് ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഖുർആനൊക്കെ ഓതുന്ന സ്ഥലത്ത് ബർക്കത്തുണ്ടാകും, അള്ളാഹിൻ്റെ റഹ്മത്തുണ്ടാകും. അതിന് ശേഷം ദ്വാരുന്ന ഉത്തരം കിട്ടും എന്നുള്ള ബോധം നമ്മളെല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ഇഹ്ളാറുൽ മുസ്തഅജിരി ഫിൽ ഖൽബി, മുസ്തഅജിർ ഹൃദയത്തിൽ, മുസ്തഅജിറിനെ കൊണ്ടുവരിക എന്നുള്ള ഓതുന്ന ആൾ ഞാൻ ഇന്നാക്ക് വേണ്ടിയാണ്, കൂലിക്ക് വിളിച്ചാക്ക് വേണ്ടിയാണ്, ആജിയാർക്ക് വേണ്ടിയാണ് ഓതുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവരാൻ സബബുൽ ലിസൂമുലി റഹ്മത്തി ലഹു, ആജിയാർക്കും കൂടിയും അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതിന് കാരണമാണ്. എപ്പോൾ? ഇദാ തനസ്സലത അലാ ഖൽബി ഖാരി, ഓതുന്ന മുക്രിക്കാൻ്റെ ഹൃദയത്തിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ. ഇതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു ദിക്റിന് വേണ്ടിയും അതിന് ശേഷമുള്ള ദുആഇന് വേണ്ടിയും കൂലിക്ക് വിളിക്കൽ, അതും പറ്റും, അനുവദനീയമാണ്, സ്വഹിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.